ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ LXi എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. റെഡ് കളറാണ്. ഈ കാണുന്നതാണ് വണ്ടി. മോഡൽ വരുന്നത് 2019 ഓഗസ്റ്റ് വണ്ടിയാണ്. ഒക്ടോബർ വണ്ടിയാണ്. രജിസ്ട്രേഷൻ വരുന്നത് KL 32P ആണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. ഈ കാണുന്നതൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യം. ബാക്ക് പ്രൊഫൈൽ ഇതാണ്, സൈഡ് പ്രൊഫൈൽ അത് വരുന്നു. ദെൻ ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിലും സെയിം ഇത് തന്നെയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ്. യാതൊരുവിധ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല വണ്ടിയിൽ. ഇപ്പം വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളാണ്. ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി വരുന്ന സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിലെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ് ബാക്കിൽ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് ടയേഴ്സ് എല്ലാം. 4 ടയേഴ്സും ഓൾമോസ്റ്റ് തീർന്ന ഒരു രീതിയിലാണ് ഉള്ളത്. 10% അടുത്ത് എണ്ണണ്ടേ ഉള്ളൂ. റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ വരുന്ന ബോണറ്റ് നൈസായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ക്രാച്ച് വീണിട്ട് കമ്പനിയിൽ റീപെയിൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവർ എന്താ വെച്ചാൽ റീപ്ലേസ് ചെയ്ത് തുടങ്ങി. അതാണ് പറ്റിയത്. നമ്മളോട് കസ്റ്റമർ പറഞ്ഞ കാര്യമാണ് നമ്മളീ പറയുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മൾ അതേപോലെ തന്നെ നിങ്ങളോടും പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പം വണ്ടിയുടെ ഇപ്പോൾ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് നോക്കട്ടെ. വണ്ടി ആപ്പാടെ ഓടിയിട്ടുള്ള കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് 49,783 കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ആപ്പാട് അത്രയും മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ സൗണ്ട് കൂടെ കേൾപ്പിച്ചു തരാം. ഈ കേൾക്കുന്നതാണ് വണ്ടിയുടെ എൻജിൻ സൗണ്ടും കാര്യങ്ങളും. ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത്. യാതൊരുവിധ ആക്സിഡൻസും ഒന്നും നടന്നിട്ടില്ല. അബ്രോവും കാര്യങ്ങളൊക്കെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അവിടെയും വന്നിട്ടില്ല. വണ്ടിയുടെ എൻജിൻ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് വണ്ടിയുടെ എൻജിൻ സൗണ്ടും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ എൻജിൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ. ഓവറോൾ വണ്ടിയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ആരെങ്കിലും ഒരു സ്വിഫ്റ്റ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു 2019 ആ ഒരു കാലഘട്ടത്തിൽ വല്ല സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5.5 ലാഖാണ്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ 5.3 ലാക്സിന് വണ്ടി കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിൽ വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അത് ബമ്പറിൻ്റെ ലിപ്പിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറിയ റൈസിങ് ഉണ്ടായിരുന്നു. അതിപ്പം കൂൾ ഡൗൺ ആയി വണ്ടി. അത് അറിയാമല്ലോ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ചെറിയ റൈസിങ്, ഇപ്പം ഒന്നുകൂടെ സ്മൂത്തായിട്ട് സൈലൻ്റ് ആയതുകൊണ്ട് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും പോലും കേൾക്കുന്നത്. വണ്ടി സ്റ്റാർട്ടാണ് ഇപ്പോൾ, പക്ഷേ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും ഒന്നും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ടയേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു പോരായ്മയുള്ള വണ്ടിയിലുള്ളത്. 10% ടയേഴ്സ് കൂടെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനും ബാക്കി വണ്ടിയുടെ പക്ക നീറ്റാണ്. അപ്പം ആരെങ്കിലും ഒരു ഫാമിലി കാർ നോക്കുന്നുണ്ട്, ഒരു സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അറിയാലോ, സ്വിഫ്റ്റ് വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു വണ്ടിയാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് വണ്ടിനെ പറ്റിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട്. നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിക്കുക, സംസാരിക്കുക. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഡു ഫോളോവേഴ്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.